അപ്പൊ ഇതേ പുസ്തകം പൂജയ്ക്ക് വെക്കണ ദിവസമാണ് കേട്ടോ. പണ്ടൊക്കെ ഈ ഒരു ദിവസത്തിന് വേണ്ടി അത്രയും കാത്തിരുന്നിട്ടുണ്ട്. കാരണം നമുക്ക് വെക്കേഷനേക്കാൾ കൂടുതൽ ഇഷ്ടമായിരിക്കും ഈ ഒരു പൂജ വെപ്പ് കേട്ടോ. എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ, പൂജയ്ക്ക് വെച്ചാൽ നമ്മുടെ അടുത്ത് ആരും പഠിക്കാൻ പറയില്ല. നേരെ മറിച്ച് വെക്കേഷനൊക്കെ ആണെങ്കിൽ എത്രയായാലും പഠിക്കുക എന്നുള്ളൊരു വർത്താനം നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പൊ അതൊക്കെ വെറും ഓർമ്മകളായി മാറി. അപ്പൊ നമ്മുടെ തേജു ഇതേ ബുക്ക് പൂജയ്ക്ക് വെക്കാൻ പോവാണ് കേട്ടോ. അവനിത് എന്താന്ന് കറക്റ്റ് അറിയുന്നില്ല, കാരണം അവൻ എന്നും ബുക്ക് പൂജ വെപ്പാണല്ലോ. എന്നാലും എല്ലാവരും അതേ ബുക്ക് ഇങ്ങനെ പൂജയ്ക്ക് കൊണ്ടുപോകണം കാണുമ്പോൾ അവനും ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, തേജു ബുക്ക് എടുത്തിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എഴുതണ്ടെന്നൊക്കെ പറഞ്ഞു. കുട്ടി ചോദിച്ചത് അമ്മന്റെ അടുത്ത് പഠിക്കാൻ പറയുമെന്നാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു 2-3 ദിവസത്തേക്ക് ഞാൻ നിന്റെ അടുത്ത് പഠിക്കും എന്നുള്ളൊരു കാര്യം പറയില്ലേ, പോരെ എന്ന് ചോദിച്ചു. അപ്പൊ അതിന്റെ സന്തോഷമാണ്. ഇതേ ബുക്കൊക്കെ പൂജയ്ക്ക് വെച്ചു. നമ്മളിത് തൊഴുത് ഇറങ്ങിയിട്ടാ വീട്ടിലേക്ക് പോകാൻ നോക്കുകയാണ്. അപ്പൊ തേജു ചോദിക്കണത് കളിക്കാൻ പോട്ടേന്നാണ് കേട്ടോ. അവന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം കളിക്കാൻ പോട്ടേന്ന് പറഞ്ഞിട്ട് അവ അതേ വീട്ടിലേക്ക് കളിക്കാൻ ഓടിക്കേറിയിട്ടാ. ഞാൻ പിന്നെ ഇതേ വീട്ടിലെത്തി വേഗം നമ്മുടെ വീട്ടിലിതേ വിളക്കും കാര്യങ്ങളൊക്കെ കൊളുത്തി. ഇനിയിപ്പോൾ അവൻ കളി കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ അതുവരെ ഞാൻ എന്തായാലും ഉമ്മറത്തിരിക്കാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ വിളക്കൊക്കെ കൊളുത്തിയിട്ട് ഞാൻ കുറച്ചേരം ഉമ്മറത്ത് ഇങ്ങനെ ഇരുന്നു. തേജപ്പനെ കാത്തിട്ടിരിക്കുകയാണ്. പിന്നെ അതേ ചെറിയ രീതിക്ക് ഒരു നാമൊക്കെ ചൊല്ലുന്നുണ്ട് കേട്ടോ. ചെറുപ്പത്തിലൊക്കെ അമ്മ ഡെയിലി നാമം ചൊല്ലിച്ചായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ അങ്ങനെ ചെല്ലൽ കുറവാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ ഒന്നും അങ്ങനെ ചൊല്ലുള്ളൂ. പിന്നെ ഇതേ തേജു ഇതേ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതേ വന്നിട്ടുണ്ട്. വീട്ടിലേക്ക് വരുമ്പോൾ ഇത് അവനെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള വികൃതികളൊക്കെ കാട്ടിക്കൂട്ടിട്ടാണ് കയറി വരുന്നത്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ.